തുടക്കിയ സമയത്ത് എങ്ങനെയാണ് ഈ ട്രാം യൂസ് ചെയ്യേണ്ടതെന്ന് ആരൊന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ട്രാമിൻ്റെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഓഫ്ലൈനായിട്ട് ഒരാൾ ഇരിക്കലോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു ATM പോലത്തെ ഒരു മെഷീൻ ഉണ്ടാകും, അത് ഉപയോഗിച്ചെടുക്കണം. അല്ലെങ്കിൽ ട്രാമിൻ്റെ ഉള്ളിൽ കിടന്നെടുക്കണം. അപ്പോൾ ഉള്ളിൽ കയറി പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റാണ്ടെന്ന് പ്രശ്നമില്ലേ. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെ എങ്ങനെ എടുക്കാമെന്നുള്ള വരാൻ നോക്കുന്നുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഓപ്ഷൻ വരെ ജർമ്മനായിട്ട് ആദ്യം വരാം, ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് നോക്കി നമ്മൾ നോക്കി അങ്ങനെ നമ്മൾ വൺ ഡേ അല്ല, ജസ്റ്റ് ഒരു സൈഡിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് മനസ്സിലായി ഓരോ ദിവസം നമ്മൾ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനല്ല. നമ്മൾ ഒരു വീക്കിൽ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു വീക്ക് പാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മന്ത്ലി പാസ് ഉണ്ട്. മന്ത്ലി പാസ് ആകുമ്പോൾ 49 യൂറോസ് അങ്ങനെ എന്തോ ആണ്, 49 യൂറോസാണ്. അപ്പോൾ അങ്ങനെ അതാകുമ്പോൾ നമുക്ക് ലാഭമാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു 7 വീക്ക് പാസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അത് പക്ഷേ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ജർമ്മൻ ഭാഷ ഇംഗ്ലീഷ് ഭാഷയായിട്ട് ഷിഫ്റ്റിങ് നടക്കുന്നുണ്ടായിട്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാവേണ്ടുന്നത് എൻ്റെ ഓഫീസിലുള്ള കൊളീഗ്, ഞാൻ ആ കൊളീഗിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെനിക്ക് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ ചെയ്യേണ്ടതില്ല കാര്യം. ആ കാണുന്നതാണ് ഇത് എന്താ സ്ട്രക്ചേഴ്സോ അങ്ങനെ എന്തോ സംഭവം, എന്തോ ഒരു എയർബസുമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ പേരെന്തോ MT എയറോസ്പേസ് എന്നാണ്. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണോ, എയർബസിൽ മെർജ് ചെയ്തൊരു എൻറ്റിറ്റി ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് എയർബസ് ക്യാമ്പസ് സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. നോക്കട്ടെ, ഞാൻ അറ്റ്ലീസ്റ്റ് ക്യാൻറ്റീനൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ ട്രൈ ചെയ്യാം. ക്യാൻറ്റീനിലാകുമ്പം പല ടൈപ്പ് ഐറ്റംസും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഈ ഡെസേർട്ടും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ആയിട്ട് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒരാൾ പുല്ലൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഈ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾക്കാർ വളരെ കുറവാണ്. അതിൻ്റെ കാരണമായിട്ട് ഇവർ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവിടെ തണുപ്പായതുകൊണ്ട് ആൾക്കാർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. തണുപ്പ് തന്നെയാണ് ഇതിപ്പം. ഇന്നലെ കുറച്ച് സണ്ണിയായിരുന്നു, ഈ സമയത്ത് ഇപ്പം നല്ല തണുപ്പുണ്ട്. കയ്യൊക്കെ ഇങ്ങനെ ഐസായിട്ടുണ്ട്. അതാ അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം കാണാം, എന്താണെന്നറിയില്ല. എന്തോ ഒരു റോക്കറ്റിൻ്റെ ഒക്കെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് MT എയറോസ്പേസ്. അവിടെ അതാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഈ ഡയറക്ഷൻ നമ്മൾ എൻ്റർ ചെയ്താൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ബിൽഡിങ്ങാണത്. അതിന് ശേഷമാണ് ഓരോ ബിൽഡിങ്സ് ആയിട്ട് വരുന്നത്, ഓരോ നമ്പേർഡ് ബിൽഡിങ്സും വരുന്നത്. എനിക്ക് ഇരിക്കേണ്ടത് ഈ ബിൽഡിങ്ങിലല്ല, ഇതിന് ശേഷം വരുന്ന ബിൽഡിങ്ങിലാണ്. പക്ഷേ ഇതുവഴി നമ്മൾ എൻ്റർ ചെയ്യും. നമ്മുടെ ടാഗ്, ഇന്നലെ എൻ്റെ ടാഗ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല, ആദ്യത്തെ ദിവസമായതുകൊണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതുവഴി കയറാൻ പറ്റും. ഇന്നലെ ഞാൻ വേറൊരു സെക്യൂരിറ്റി ഓഫീസ് വഴി കയറേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് മോർണിംഗ് വ്ളോഗ് നിർത്താം. ബാക്കി കാര്യം ഓക്കെ എന്തോ ഇവിടെ ഏതോ ഒരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞ് കട്ട് ചെയ്യാം. എനിക്ക് നാണക്കിടക്കുന്നുണ്ട്. ഇവിടെ അധികം ആൾക്കാരെ ഇങ്ങനെ വാക്കിങ്ങൊന്നും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനേ ഇവിടെ ഇപ്പോൾ കാണുന്നില്ല, എന്നെ ഇവിടെ കാണുന്നില്ല, ബാക്കി ആൾക്കാരെയൊന്നും കാണുന്നില്ല. എല്ലാവരും ഓൾറെഡി ഇവർ വർക്ക് ഓഫീസിൽ വരുമ്പോൾ ഇവർ കുറച്ച് നേരത്തെ വന്ന് നേരത്തെ റാപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരൊന്നും. സ്ട്രീറ്റൊക്കെ ഭയങ്കര കാലിയാണ്. നമുക്ക്
സ്ട്രൈറ്റൊക്കെ കാലിയാന്ന് ഒരാളൊരു സൈക്കിൾ വന്നിട്ടുണ്ട്. അധികം ആൾക്കാരുടെ സൈക്കിളാണ് വരുത്തുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അങ്ങവിടെ KTA എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് കാണാം. പക്ഷെ അങ്ങോട്ടേക്കൊന്നും ഞാൻ ക്യാമറ എടുത്ത് കൊണ്ടുപോയി. ഞാനിത് ക്രോസ് ചെയ്ത് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ബാക്കി നമുക്ക് ഉച്ചക്ക് കാണാം. എന്തോ ഒരു ഡിസൈൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വന്നാൽ ക്രോസ് ചെയ്യണം. ഇത് ഗ്രീൻ ആയിട്ടില്ലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ റെഡ് ഉണ്ട്. കാറുകൾ സ്പീഡിൽ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ സിഗ്നൽ ഫോളോ ചെയ്യണം. അവിടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. കോഫി മെഷീനിൽ നമ്മൾ കോഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓഫീസിനുള്ളിൽ തന്നെ ഒരു സെറ്റപ്പാണ്. കോഫി അടിക്കാനും അങ്ങനെയൊക്കെ ഓഫീസ് ടൈമിങ് കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്കല്ല, ഹോട്ടലിലേക്ക്. ഓഫീസിൻ്റെ ഉള്ളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാനിന്ന് എയർബസിൽ ബലൂക എയർപ്ലെയിനും പിന്നെ അതേപോലെ മറ്റേ മിലിറ്ററിയിൽ ഉപയോഗിച്ചിരുന്ന A400 എന്ന് പറയുന്നൊരു വലിയൊരു എയർപ്ലെയിൻ, അതിൻ്റെയൊക്കെ ഒറിജിനൽ മോഡൽ ഒറിജിനൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റെക്കോർഡ് ചെയ്യാനില്ല. എന്താ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് അനുമതിയില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര കാണേണ്ട സംഭവം തന്നെ, ഭയങ്കര വലുതാണ്. പിന്നെ അതേപോലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വീഡിയോ എടുക്കാൻ നല്ലോണം പറ്റിയില്ല. കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് എനിക്ക് എന്തോ ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഫാല് കണ്ടു. ഫാലിൽ കുറേ അധികം പാർട്സുകൾ, എന്താ ഫ്യൂസലേജസ്, വിങ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് വേണം, അതൊക്കെ ഞാൻ ഏകദേശം ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ എന്തൊക്കെയോ അപ്രൻറ്റിസ്ഷിപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമുക്ക് എയറോസ്പേസ് ഡിഗ്രി വേണമെന്നില്ല, ഇല്ലാതെ തന്നെ കോളേജ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ അത്രയും താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്ത് ആ ടൈപ്പ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്ത് അതവരെ റെസ്യൂമേൽ ആഡ് ചെയ്ത് പിന്നീട് വേറെ ടൈപ്പ് റോൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് കോളേജിൽ തിരിച്ചു പോയി കോളേജിൽ നിന്ന് വേറെ വല്ല ഡിഗ്രിയും എയറോസ്പേസ് തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എയറോസ്പേസ് ഡിഗ്രി എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയിലെ ആൾക്കാർ ഒരാളായിട്ട് ഞാൻ കണ്ടിരുന്നു ഈ ഫാലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിരുന്നു. അപ്പം പൊതുവേ ഈ നാട്ടിലെ ആൾക്കാരാണ്, കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് കുറേയും കൂടി അവെയറാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. നമ്മൾ രാജ്യത്താകുമ്പോൾ നമുക്ക് കാണാനോ അറിയാനൊന്നും പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജർമ്മനിയിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് എയർബസിൻ്റെ. അപ്പം ഓരോ ഭാഗത്തു നിന്നായിട്ട് ഓരോ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യലാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ A320 തോന്നുന്നു
ഫ്യൂസിലേജ്, വിങ്സ് തുലൂസ് എന്നാണ് തോന്നുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് അതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് എയർബസിൻ്റെ ബെലൂഗ ഉപയോഗിക്കൽ. അതേപോലെ വേറൊന്ന് യൂറോപ്പിൽ തന്നെ ഓരോ ലൊക്കേഷനിൽ, ജർമ്മനിയിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, അതേപോലെ ഫ്രാൻസിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. പിന്നെ മറ്റേ സ്പേസ് റിലേറ്റഡ് സ്പേസ് സ്റ്റേഷൻസ് ഒക്കെ നിർമ്മിക്കുന്ന ഇത് ബിൽഡിംഗ് യൂണിറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ, ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ചില്ലിലൂടെ ഇങ്ങനെ എത്തി നോക്കാനേ പറ്റുള്ളൂ. എന്നാലും നമുക്ക് കാണാൻ പറ്റും എന്താണ് നടക്കുന്നതിൽ, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇതുവഴി പോയാൽ നമ്മൾ രാവിലെ ട്രാം ഇറങ്ങിയ സ്റ്റേഷൻ, അതായത് എയർപോർട്ടിലെ ഫ്ലുഗാഫനിലുള്ള ട്രാം സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് നമ്മൾ സെയിം രാവിലെ വന്ന പോലെ യൂണിവേഴ്സിറ്റാറ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് 6 നമ്പർ ലൈൻ പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ അവിടെ എത്തും. ആംവാൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നമ്മൾ ഇറങ്ങും. ആംവാളിൽ കറക്റ്റ് ലൊക്കേഷനിൽ ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ മുമ്പായിട്ട് വരുന്ന സിറ്റി സെൻറ്റർ സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. രാവിലെ ഇന്ന് നല്ല ഫോഗി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നല്ല സണ്ണി ആണെങ്കിലും ഭയങ്കര തണുപ്പാണ്. തണുപ്പിനൊരു കുറവുമില്ല. പക്ഷേ ഇതൊരു കംഫർട്ടബിളായിട്ടുള്ള തണുപ്പാണ്. ഭയങ്കര ചില്ലായിട്ടുള്ള തണുപ്പല്ല. സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്ക് ഒരു ഹുഡിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തണുപ്പ്. സിറ്റി സെൻറ്ററിലേക്ക് 11 മിനിറ്റ്സേ ഉള്ളൂ ട്രാമിൽ. ഇവിടെ ഒരുപാട് ഹിജാബിയായിട്ട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. കാരണം ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഹിജാബിയായിട്ടുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. വെറുതെ ഒരു അത്ഭുതം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത ട്രാം ഇതാ ഇവിടെ ആദ്യം വെച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി. 5 മിനിറ്റ്സ് ട്രാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഈ സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി ഇവിടെ ഒരു ഫേമസ് കാത്തഡ്രലാണ്. ഇതുവഴി നമ്മൾ നടന്ന് ഏകദേശം എനിക്ക് ഈ ലൊക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടന്നാൽ നമ്മൾ ആംവാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. ആംവാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഇത് രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ആൾക്കാരൊക്കെ തന്നെ നമുക്ക് നോക്കുന്നുണ്ടോ കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ കാണിച്ച കാര്യം. ഭയങ്കര ബ്യൂട്ടിഫുൾ സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള വീഡിയോ, ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാണാനുണ്ട്, പഴയ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പോൾ അതിന് ശേഷമായിട്ടാണ് ഈ ഒരു അവിടെ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഒന്നും ഇപ്പോൾ പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ ഇതുവഴി വരും. ഇതുവഴി വന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു സ്മോൾ മോഡൽ കാണാൻ പറ്റും. ഈ സംഭവത്തിൻ്റെ ഈ മൊത്തം ലൊക്കാലിറ്റിയുടെ മോഡലാണിത്. ഇതിൽ ഈ കാണുന്ന സംഭവമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടാൽ മനസ്സിലാവും. എന്താ നോക്കാം, റൗണ്ട് സംഭവമാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഭംഗിയുള്ള സാധനങ്ങളുണ്ട്.
ഭംഗിയുള്ള ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ലൊക്കാലിറ്റി ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കാലിറ്റി. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിലിടും. ഇവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ മ്യൂസിക്സൊക്കെ കേൾക്കാം. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ബ്രഹ്മൻ എയർപോർട്ടിലൊക്കെ വരുന്ന ആൾക്കാർ ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഈ സ്ഥലത്തേക്കാണ് വന്ന് സ്ഥലം കാണാൻ പറ്റും. കാരണം ഇത് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 11 മിനിറ്റ് ദൂരമില്ല. ഇതിൻ്റെ ചുറ്റുവട്ടത്തായി എന്തൊക്കെയോ കാണാനുണ്ട്, അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. കാണുന്നത് ഒരു നായയാണോ പൂച്ചയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അയ്യോ, നായയാണ്. I think I should just, I don't know, maybe I should just run. കോമഡിയാണ്. പെട്ടെന്ന് നമുക്ക് ഓടിപ്പോവാം അധികം. ഓക്കെ, ഇതാണ് വേറൊരു കുറേയും കൂടി മോഡേണായിട്ടുള്ളൊരു സ്ട്രീറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ നടന്ന് എന്തോ മിസ്സായ പോലെ തോന്നുന്നുണ്ട്. ഇല്ലാതെ മിസ്സായിട്ടില്ല. ഓക്കെ, ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര വലുതാണ്. വാട്ടർമെലണോ മറ്റേതൊക്കെ. അതിന് എക്സെപ്ഷൻ കേസാണോ എന്നറിയില്ല. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് മൊബൈലിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. വീട്ടിലല്ല, ഹോട്ടലിലെത്തണം. ഇതാണ് ഞാൻ മാർക്കായിട്ട് വെച്ചത്. ഈ ഒരു ബിൽഡിങ് കണ്ടാൽ ഈ ഒരു ചെറിയ സ്ട്രീറ്റിൽ ഇങ്ങനെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ ഇങ്ങോട്ട് വലത്തോട്ട് തിരിയണം. അതിനുശേഷം ഇതുവഴി നേരെ പോയാൽ നമുക്ക് അവിടെ എത്താം. നമുക്ക് നമ്മളെ ഒരു സിഗ്നലുള്ളൊരു സ്ഥലത്തെത്തും. അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ വീട്ടിലെത്തും. വീട്ടിലല്ല, ഹോട്ടലിൽ. അവിടെ ആയിട്ടൊരു പാർക്ക് വലുതൊരു സംഭവമുണ്ട്. അത് ഈ ബ്രഹ്മൻ്റെ ഒരു ലേക്കിന് ചുറ്റുമായിട്ട് വരുന്ന എന്തോ സംഭവമാണ്. അതൊരുപാട് വിടത്തിലും ഒരുപാട് ലെങ്ത്തിലും റൺ ചെയ്യുന്നൊരു സംഭവമാണ്. ഒരു പാർക്കാണ്, ഫുൾ ഗ്രീൻ ആയിട്ടുള്ള പാർക്ക്. അത് നമ്മൾ വേറൊരു ദിവസം പോകും. അതിലാവുമ്പം അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇന്ന് എൻ്റെ ഓഫീസിലുണ്ടായ ഒരു കൊളീഗ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷേ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ആ കാണുന്ന പാർക്ക്. അതിന് ഒരുപാട് എക്സ്റ്റൻഷൻ ഉണ്ട്, നമുക്ക് പിന്നീട് കാണാം. ഇനി ഇവിടുത്തെ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചത്, ഇവിടെ ഈ ഡോറ് ക്ലോസ് ആയിട്ട് കണ്ടാൽ ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യണം. ഇത് ഞാൻ കാണിച്ചു തന്നില്ല. ഇത് നോക്കുമ്പോൾ ഇത് ഓപ്പൺ ആവേണ്ടതാണ്. ഇത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മളെ കാർഡ് ഇവിടെ വെച്ച് കൊടുക്കണം. അത് ഓപ്പൺ ആവും. അതായത് റൂമിൻ്റെ കാർഡ് പിന്നെ അവിടെ വെച്ച് കൊടുത്തപ്പോൾ ഓപ്പണായി. നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഹോട്ടലല്ല, ഇതൊരു അപ്പാർട്ട് ഹോട്ടലാണ്. അതായത് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ തന്നെ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കണം. വേറെ ഒരു ഫുഡും തരാൻ പോകുന്നില്ല. അങ്ങനെ ഇവിടെ ഇത് അത്യാവശ്യം പുതിയതാണെന്നാണ് തോന്നുന്നത്. കാരണം ആൾക്കാരൊന്നും സൈനൊന്നും കാണുന്നില്ല. നമ്മളിങ്ങനെ ഓപ്പണാക്കി കയറിയിട്ടുണ്ട്.